ശരി നിക്ക് 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 അതൊക്കെ വരട്ടെ. അതിന് പേടിക്കുന്ന നീ ചോദിക്കാൻ അതിന്റെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഡൊണേഷൻ ആരാ എന്താ കൊടുക്കേണ്ടതെന്ന് പുറത്തു വിടാൻ പറ്റാതെ പുറത്ത് അറിയാത്ത രീതിയിൽ ഫണ്ട് കൊടുക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് ഇലക്ട്രൽ ബോണ്ട്. അങ്ങനെയൊക്കെ അതിനു മുന്നേ ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്ന മുന്നേ എല്ലാവരും അങ്ങനെയായിരുന്നു. രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവരും ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ ലീഗലൈസ് ചെയ്തു, ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സംഭവം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ട് ഈ പൈസ എന്താ പറയാ ഇലക്ട്രൽ ഫിനാൻസിൽ കുറച്ച് ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ട്രാൻസ്പെറന്റ് ആക്കില്ല, പഴയ പൊളിറ്റിക്സ് ഒരു ലീഗലൈസ് ചെയ്തിട്ട് ബ്രൈബ് കൊടുക്കുക, അതായത് ലീഗലൈസ് ബ്രൈബ്. ശരി, അപ്പൊ ഇത് ആരും ഉപയോഗിക്കുക, ഇത് എന്ത് പർപ്പസിന് ഉപയോഗിക്കുക? അത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഇലക്ട്രൽ പാർട്ടികൾക്ക് അവർക്ക് ഫിനാൻസ് പൈസ ആണല്ലോ, പൈസ അത് വോളണ്ടറി ആയിട്ട് നമ്മൾ കൊടുക്കും, നമ്മുടെ നാട്ടുകാർ കൊടുക്കും. ഇൻഡിപെൻഡൻസ് ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ഇലക്ട്രൽ വേണ്ടിട്ട് ആൾക്കാരുടെ പൈസ കിട്ടും. നമ്മൾ അവിടെ പാർട്ടി പ്രതികാരം പോകും, എല്ലാവരും പൈസ ഇപ്പൊ അതേപോലെ എല്ലാവരും കൊടുക്കുന്നില്ല. പക്ഷെ ഇവർക്ക് നിറയെ പൈസ വേണം, ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ നിറയെ പൈസ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സ്വീകരിക്കുന്ന ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റഫായിട്ട് സ്വീകരിക്കും. അപ്പൊ അങ്ങനെ റഫായി സ്വീകരിക്കുമ്പോൾ ഒരുപാട് എന്താ പറയാ കറപ്ഷന് പ്രശ്നം ഉണ്ടായിരുന്നു. ആ കറപ്ഷന്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് മാറ്റാൻ അത് ലീഗലൈസ് അടിപൊളിയാണ്. ബ്രൈബ് കൊടുക്കുന്ന ആൾക്ക് വേണ്ട ഏറ്റവും വലിയ അത് ആരും പുറത്ത് അറിയാൻ പാടില്ല. ഇലക്ട്രൽ ബോണ്ട് എന്താ ചെയ്യുന്നത്? ശരി, ഇപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിൽ ഒരു പാർട്ടി എത്ര സ്വീകരിച്ചു കിട്ടും? അതും കിട്ടില്ലേ? എത്ര ബോണ്ട് പുറത്തറിയില്ല, നമുക്കറിയില്ല. ടെക്നിക്ക് എന്താണ്? സിമ്പിൾ ആണ്. നമ്മള് പൈസ ഇഷ്യൂ ചെയ്തിട്ട് ബോണ്ട് പർച്ചേസ്, ഓക്കെ, ഈ ബോണ്ടാണ് നമ്മൾ കൈമാറുന്നത്. സോ അത് ആരാ ആ ബോണ്ടിന് ആരാ വാങ്ങിയെന്നൊന്നും ഉണ്ടാവില്ല. എടാ അറിയും, SBI എല്ലാം അറിയും. പക്ഷെ പാടില്ല, ഗവൺമെന്റിന്. SBI പ്രോബ്ലക്കാരനല്ല കേട്ടോ, അല്ല SBI ആണ് നമ്മളെ ഏറ്റവും നല്ല ബാങ്ക് എന്നല്ല. പക്ഷെ ഒരു ലോ കൊണ്ടുവന്നു ഗവൺമെന്റ്, അതനുസരിച്ച് SBI സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതനുസരിച്ച് നമ്മൾ ഇത് നടക്കണം. അവരവരുടെ ഒരു എന്താണ് ഹാൻഡാണ്, അല്ലാണ്ട് SBI നല്ലതല്ലെങ്കിൽ ഗവൺമെന്റ് വേറൊരു ബാങ്ക് അവിടെ ഒരു ഇന്റർനാഷണൽ ഗവൺമെന്റ് ഞാനൊരു ഇന്ന പാർട്ടിക്ക് ബോണ്ട് വാങ്ങി, ഇത്ര പൈസ കൊടുത്ത് വാങ്ങി. പക്ഷെ ഗവൺമെന്റ് അറിയാം, ഗവൺമെന്റ് മാത്രമേ അറിയുള്ളൂ. ഗവൺമെന്റ് ആരാ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബോണ്ട് വഴി ഇതിന്റെ സോഴ്സ് അറിയൂല, അവര് വെളിപ്പെടുത്തുന്നില്ല. അത് അറിയിച്ച് കാണിച്ചു, പേപ്പറിലുണ്ട് കാണിച്ചത്. ഇപ്പൊ അറിയിച്ചു, അറിഞ്ഞില്ല, ഒന്നും അറിയില്ല. ആരാ തന്നെ അതിൽ അദാനി അംബാനി പിന്നെന്തറിയിച്ച് അംബാനി അദാനിയും ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് വേണ്ടി പൈസ എടുക്കുന്നില്ല. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഈ അംബാനി അദാനി മാത്രമല്ല ഇവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ഇതൊക്കെ അവിടെയാണ് നിൽക്കുന്നത്. അംബാനി അദാനി ആണെങ്കിൽ എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പൊ പുതിയ ആൾക്കാർ വന്നു, ഇപ്പോഴാണ് കാര്യം കിട്ടിയിട്ട്. എന്താണെന്നറിയോ? പുതിയ ആൾക്കാർക്ക് മുന്നേ പുതിയ ആൾക്കാരൊന്നുമില്ല. ഈ ആ വീഡിയോ ഇവൻ അയച്ചു കൊടുത്ത 4 പേരും ഒരേ സെല്ല് ചെയ്തിട്ട് ഇതേപോലെ സംസാരിക്കും. ഔട്ട് ഓഫ് ദ കോർട്ട് ഗവൺമെന്റ് അല്ല പറയാ, അത് ഗവൺമെന്റ് അല്ല പറയാ, അത് ആ സർക്കിളിന്റെ പുറത്തുള്ള കളിയാണ്. ഇത് ഏതാ കമ്പനി? ഇപ്പൊ പറയാൻ പോലെ കമ്പനികളുടെ പേര് അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ വരുന്ന കമ്പനികളല്ലേ അവരുടെ ആക്ച്വലി വെറും ഡമ്മികളാണ്. അതിനുമുമ്പ് ഒരു കാര്യം അറിയാം, ഈ കമ്പനികളിലെ ഒക്കെ ലോസ് മേക്കിംഗ് കമ്പനികളടക്കമാണ് ഇവർക്ക് വേണ്ടിയിട്ട് വലിയ ലോസ് മേക്കിംഗ് കമ്പനി. അപ്പോഴാണ് ഇവർ ഡമ്മിയാണ് പറയുന്നത്. ഇതിന്റെ പിന്നിൽ വരാൻ കളിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ കൊടുത്ത ആൾക്കാരെല്ലാം
ഈ ബോണ്ട് ട്രാൻസ്ഫറബിൾ ആണ്. SBIയോട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരില്ലേ, ആ കമ്പനിയിലെ KYC പറഞ്ഞ സംഭവമാണ്. നമ്മളൊക്കെ Know your customer. Know your customer. അപ്പൊ എല്ലാ കാര്യങ്ങളും ആ ഡീറ്റെയിൽ കമ്പനിയിലെ എല്ലാ പൊളിറ്റിക്കൽ ബയസ് എല്ലാ കാര്യവും നോക്കിയിട്ടാണ് ലോയിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവർ റെഡി. പക്ഷേ ഇവിടെ പ്രശ്നം ബോണ്ട് ട്രാൻസ്ഫറബിൾ ആണ്. ഇവര് ബോണ്ട് വേറെ ആൾക്ക് വാങ്ങിച്ചെന്നാണ് മറ്റുള്ള അമ്പാരിയോ അതാരോ വാങ്ങിച്ച ശേഷം ഇവർക്കത് ട്രാൻസ്ഫർ. ഈ ഇലക്ട്രൽ ബോർഡ് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ബോണ്ട് ആരേഷിക്കുന്നത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് SBI. അപ്പോൾ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സെക്യൂരിറ്റി വേണമല്ലോ. സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി കൊടുക്കുന്നത് ആരാണ്? സ്റ്റാമ്പ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റാമ്പ് പേപ്പർ ശരി, എങ്ങനെയാണ്? സ്റ്റാമ്പ് പേപ്പർ സെയിം ലോജിക്ക്. സെയിം ലോജിക്ക്. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സെക്യൂരിറ്റി വേണമല്ലോ. ഇപ്പൊ സ്റ്റാമ്പ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ലാൻഡ് വേണം. സെക്യൂരിറ്റി എന്തിനാടാ? എടാ നീ ഉദ്ദേശിക്കുന്ന ബോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് നമ്മൾ കൊടുത്ത് തിരിച്ച് വാങ്ങുന്നതല്ലേ? ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തോ ഒരു സെക്യൂരിറ്റി ബേസിസിലാണല്ലോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് തിരിച്ച് വാങ്ങുന്ന ബോണ്ട്. അതായത് നമ്മൾ ഡൊണേഷൻ ഇത് ഡൊണേഷൻ പോലെയാണ്. ഇതിന് റിട്ടേൺ കിട്ടണ നിർബന്ധമില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ആടാ ഈ പൈസ പോയി അവർക്കൊന്നും കിട്ടില്ല. റിട്ടേൺ വോളണ്ടറി കോൺട്രിബ്യൂഷൻ. ശരി, ഇലക്ട്രൽ ബോണ്ടിൽ ശരിക്കും എന്താ ഗൂഗിൾ എന്താ ഡെഫിനിഷൻ? എന്താ ഗൂഗിൾ എന്താ ഡെഫിനിഷൻ? ബോണ്ട് സെർച്ച് ചെയ്യടാ പറയൂ. എടാ അതിന്റെ പേര് ബോണ്ട് എന്നേ ഉള്ളൂ. ബോണ്ടിന്റെ ഫീച്ചേഴ്സ് അതിനില്ല. Hey Google, അത് വേണോ സാർ? define electoral bond. According to Wikipedia, electoral bonds were a mode of funding for political parties in India from their introduction in 2017 till they were struck down as unconstitutional by the Supreme Court on the 15th of February Define അല്ലേ പറഞ്ഞത്? 2024. ഇങ്ങനെ പറയുന്നു. Okay Google, അവിടെ എഴുതി കാട്ടുന്നു. what? Okay Google, what is electoral bond? According to Wikipedia, electoral bonds were a mode of funding for അതേ സാരി പറയും. Okay. അല്ല Okay Google, Hey Google. ഞാൻ ഈസിലി സ്ട്രെസ് ചെയ്ത് ഗൂഗിൾ അറിഞ്ഞിട്ടുള്ളത്. ശരി, നിനക്ക്